ഫുട്ബോൾ ലഹരിയിലാണ് നാട്. വിവിധ രാജ്യങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളും വിവിധ താരങ്ങളുടെ കട്ടൗട്ടുമൊക്കെയായി ഫുട്ബോൾ ആവേശം കളം നിറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ കാരക്കോട് പ്രദേശത്തുണ്ട്. അതെന്താണെന്നറിയണമെങ്കിൽ ആ ബോർഡിലേക്ക് തന്നെ നമ്മുടെ കാഴ്ച പോകണം. അത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഫ്ലെക്സ് ബോർഡാണ്. അതായത് ഇന്ത്യൻ ടീം ഫുട്ബോൾ ലോകകപ്പിൽ ഇതുവരെ കളിച്ചിട്ടില്ല, പക്ഷേ ഒരു നാൾ കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ടീമിനോടുള്ള ആരാധന കൊണ്ട് അവരുടെ താല്പര്യം പങ്കുവെച്ചുകൊണ്ട് ഈ കാരക്കോട് പ്രദേശത്തുകാർ സ്ഥാപിച്ച ബോർഡാണ്. ഫുട്ബോൾ ഞങ്ങൾക്കും ലഹരി തന്നെയാണ് എന്നാണ് ആ ബോർഡിൽ പറയുന്നത്. എത്ര പുറകിലാണെങ്കിലും പെറ്റമ്മയെ മറന്നുകൊണ്ട്, പിറന്ന നാടിനെ മറന്നുകൊണ്ട്, മാതൃരാജ്യത്തെ മറന്നുകൊണ്ട് മറ്റൊരു ലഹരി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീം ഇന്ത്യ ഫാൻസ് കാരക്കോട് എന്ന പേരിലാണ് ഇവിടെ ബോർഡ് വെച്ചത്. ഇവിടെ പോർച്ചുഗലിനും ബ്രസീലിനും അർജൻറ്റീനയ്ക്കുമൊക്കെ ആരാധകരുണ്ട്. അതിൻ്റെ ബോർഡുകളൊക്കെ തന്നെയും ഉണ്ട് എങ്കിൽ കൂടിയും അതിനൊത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഇന്ത്യൻ ടീമിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ളൊരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത്? ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ മാമാങ്കത്തിൻ്റെ കേളികൊട്ടിൻ ഈ കാരാക്കോട്ട് പ്രദേശത്തിലെ ഫുട്ബോൾ പ്രേമികളായ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു പ്രസരിപ്പിൽ തന്നെയാണ്. എന്നിരുന്നാലും ഈ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ഫുട്ബോളിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും നല്ല നല്ല കളിക്കാരെ എല്ലാവരെയും ഞങ്ങൾ വളരെ ആദരവോടുകൂടി ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ ടീമിനെ തീരെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനെ അതിൻ്റെ ഫെഡറേഷനായിട്ട് ഭരണാധികാരികൾ തന്നെ വളരെ പിന്തള്ളുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് പോലെയുള്ള വലിയ വലിയ കളികൾ അതിനെ വാനോളം കൊണ്ടുപോകുമ്പോൾ ഇത്രയും ജനസംഖ്യയുള്ള 1.5 ലക്ഷം ആളുകൾ താഴെയുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വൻകരയുള്ള ചില കരീബിയൻ ദ്വീപുകളിലെ ചില രാജ്യങ്ങൾ പോലും വേൾഡ് കപ്പിൽ യോഗ്യത നേടി കളിക്കുമ്പോൾ ഈ 137 കോടികളുള്ള ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു 20 ആളെ കണ്ടെത്തുവാനുള്ള പ്രയാസം ഇല്ല. പക്ഷേ വാനിൽ പറന്നുയർന്ന് കളിക്കുവാൻ സാധ്യതയുള്ള വളരെ നല്ലയുള്ള കളിക്കാർ നമ്മുടെ ഈ രാജ്യത്ത് തന്നെയുണ്ട്. പക്ഷേ ഭരണ സംവിധാനങ്ങൾ അതിനെ തീരെ തള്ളിക്കൊണ്ട് അതിനുള്ള ഇവിടെ കളിക്കുവാനുള്ള സ്റ്റേഡിയങ്ങളോ വിദേശ കോച്ചുകളെ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഒരുക്കാതെ വളരെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക പ്രയാസത്തിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയത്. അത് ഇപ്പം ഇന്ത്യൻ ടീമിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ കളിക്കും? നമ്മൾ കളിക്കും, അതിന് സംശയമൊന്നുമില്ല. അതിനുവേണ്ടി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആവേശത്തോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാരക്കോട് കാണുന്നത്. പിന്നെ ഈ കളികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും കുട്ടികളുടെയും ഭാവി തലമുറയുടെയും ഒരു ആവശ്യമാണ്. കാരണം ഈ കുട്ടികൾ ചെറുപ്പം മുതലേ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകൾ പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള ആവേശകരമായ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചാൽ അത് രാജ്യത്തിൻ്റെ ഭാവിക്കും യുവതലമുറയ്ക്കും വളരെ നേട്ടമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ. ഇതിലിപ്പോൾ ചെറുപ്പക്കാർ കാണുന്നില്ല, ചെറുപ്പക്കാലം വളർന്ന് വരണത്രേ. ഒരിക്കൽ ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യ ഒരിക്കൽ കളിക്കും അത്ര പറയുന്നു. എന്തായാലും തീർച്ചയായും ഈ ഒരു ബോർഡിൽ പറയുന്നത് പോലെ വൺ ഡേ വി വിൽ കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഈ കാരക്കോട് പ്രദേശത്ത് സ്ഥാപിച്ചത്. അവരുടെയും നമ്മുടെയും ഒക്കെ ആഗ്രഹം നമ്മുടെ ഭാരതം ഒരിക്കൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ബൂട്ടണിയണം, പന്ത് തട്ടണം എന്ന് തന്നെയാണ്. അതിന് സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് കാരക്കോട് നിന്നും ക്യാമറാമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.